കഴിഞ്ഞ ദിവസം ഒരു മാമോദീസയും ആദ്യ കുർബാനയും ഒരുമിച്ച് നടത്തുകയുണ്ടായി. എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു. ജലദോഷം ചുമയൊക്കെ ആയിട്ട് ഈ ദിവസങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും എല്ലാം വളരെ മനോഹരമായിട്ട് നടന്നു. പക്ഷെ എന്നെ അല്പം വേദനിപ്പിച്ചത് അല്ലെങ്കിൽ ചിന്തിപ്പിച്ച ഒരു കാര്യമെന്ന് വേണേൽ പറയാം. അവരാരും ഈ പരിപാടിക്ക് ശേഷം ഒരു വാക്ക് നന്ദി പോലും പറയാൻ വന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. പക്ഷെ മാനുഷികമായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലൊരു വിചാരം വരുമല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ചതാണ്, ഇവർ കണ്ടില്ലല്ലോ, വന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ആ സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്തയാണ്, ചെറിയൊരു കാര്യത്തിന് ഒരു റെസ്പോൺസ്, ഒരു നന്ദി കിട്ടാതിരുന്നപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി എങ്കിൽ എന്നെ ചിന്തിപ്പിച്ചത്, ഈ 2025 വർഷത്തിൻ്റെ അവസാനം നമ്മളിന്ന് വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു വർഷക്കാലം മുഴുവനും ദൈവം എൻ്റെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങളും കൃപകളും സംരക്ഷണവുമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത്. എത്ര തവണ ഞാനൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട്. എത്ര തവണ ഈശോയുടെ അടുത്ത് ചെന്നിട്ട്, ഈശോയുടെ അടുത്ത് നമ്മൾ ചെന്നില്ല എന്നുള്ളതാണല്ലോ വിഷയം. ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ ഇന്ന അനുഗ്രഹത്തിന്, ഇന്ന കാര്യത്തിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ എത്രയോ അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ വിരലിൽ എണ്ണാന്ന് പോലും കാണുകയില്ല എന്നുള്ളതാണ്. നമ്മൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ആത്മാർത്ഥമായിട്ട് മനസ്സ് തട്ടിയൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട്. നാളെ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴെങ്കിലും പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിക്കണം, ഈ ഒരു വർഷക്കാലം മുഴുവനും ദൈവം തന്ന എല്ലാ കൃപകളെയും ഒന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് ഒരു നന്ദിയെങ്കിലും പറയാനായിട്ട് ഇത്തിരി സമയം മാറ്റിവെക്കണം കേട്ടോ. മനുഷ്യരായ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം എത്രയോ തവണ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. കാരണം 10 പേരെ സുഖപ്പെടുത്തിയിട്ട് ഒരാൾ വന്ന് നന്ദി പറഞ്ഞപ്പോൾ ഈശോ ചോദിച്ചില്ലേ, ബാക്കി 9 പേർ എവിടെ? ഈ ഒരാൾക്ക് മാത്രമാണോ തിരികെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയുള്ളോ എന്ന്.